ഹായ് എവ്രി വൺ, R4Iയുടെ ഈ ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് IPO കുറിച്ചാണ്. IPO കുറിച്ചുള്ള A to Z കാര്യങ്ങൾ, അതിൻ്റെ പ്രോസസ്സ്, അതിനെങ്ങനെ അപ്ലൈ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓൾറെഡി മാർക്കറ്റിൽ ഇപ്പോൾ ഓപ്പണായി നിൽക്കുന്ന ഒരു IPO ഉദാഹരണം എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, IPO എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ഒരു സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഒരു പ്രൈവറ്റ് കമ്പനി അവരുടെ ഷെയറുകൾ ആദ്യമായിട്ട് പൊതുജനങ്ങൾക്ക് വിൽക്കാൻ നൽകുകയും ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് IPO. അപ്പോൾ അവരുടെ ബിസിനസ് എക്സ്പാൻഷന് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ അവർക്ക് ഓൾറെഡിയുള്ള അവരുടെ കടങ്ങൾ വീട്ടാനും, അല്ലെങ്കിൽ പുതിയ പ്രൊജക്റ്റുകൾ തുടങ്ങാനും വലിയ തുക ആവശ്യമായി വരുമ്പോൾ കമ്പനികൾ പൊതുജനങ്ങളിൽ നിന്ന് പണം സമാഹരിക്കുന്ന ഒരു ഏർപ്പാടാണ് IPO. അപ്പോൾ ഇത്തരത്തിൽ ഒരു കമ്പനിയുടെ IPO വരുമ്പോൾ അവിടെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡർ ആവാനുള്ള ഒരു സുവർണ അവസരമാണ് അവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു സ്റ്റോക്കിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാല്യദിശയിൽ തന്നെ ഒരു കമ്പനിയിൽ നിക്ഷേപിക്കുന്നത് വലിയ നേട്ടം ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ അവിടെ ധാരാളം റിസ്കുകളും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ ഓൾറെഡി ഡിമാൻഡുള്ള ഒരു പ്രൈവറ്റ് കമ്പനിയാണെങ്കിൽ അതൊരു പക്ഷേ IPO വഴി നമ്മൾ ഈ സ്റ്റോക്ക് വാങ്ങിയാൽ ഒടുവിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഉയർന്ന വിലയിൽ ലിസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ നമുക്കൊരു പ്രീമിയം വാല്യുവേഷൻ ലഭിക്കുകയും നമ്മൾ ഈ IPOക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത പൈസ വലിയ ഗെയിനോടുകൂടി വിത്തിൻ ഡേയ്സിൽ നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. അതാണ് IPOയുടെ ഒരു ലോട്ടറി എന്ന് പറയുന്നത്. ഇപ്പോൾ വളർന്നു വന്നിട്ടുള്ള പല വലിയ കമ്പനികൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ Nifty 50 റിലയൻസ് ആയിക്കോട്ടെ, ഇൻഫോസിസ്, TCS, ഏത് സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാലും ഇവരൊക്കെ ആദ്യമായിട്ട് IPO വഴി വന്നതാണ്. അപ്പോൾ അവരാദ്യമായി IPOയുമായി വന്നപ്പോൾ ആ കാലഘട്ടത്തിൽ നിക്ഷേപിച്ചവർക്ക് കോടികളുടെ ലാഭമായിരിക്കും ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ മികച്ച ഫണ്ടമെൻ്റൽസ് ഉള്ള ഒരു സ്റ്റോക്കിൽ അതിൻ്റെ തുടക്കത്തിൽ പങ്കാളിയാവാൻ കഴിയുക എന്ന് പറയുന്നത് ഇൻവെസ്റ്ററുടെ ആ ഒരു യാത്രയിലെ ഒരു നല്ലൊരു നാഴികക്കല്ലായിരിക്കും. എന്നാൽ ഇവിടെയുള്ള റിസ്ക് ഫാക്ടറുകൾ നമ്മൾ പരിശോധിച്ചാൽ, അതായത് ഓൾറെഡി മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനിയുടെ എല്ലാ ഡീറ്റെയിൽസുകളും നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ എത്ര വർഷങ്ങളിലുള്ള പ്രകടനം, ക്വാർട്ടർലി റിസൾട്ടുകൾ, അതിൻ്റെ മറ്റ് ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമുക്ക് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. എന്നാൽ പുതുതായിട്ട് വരുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് പൂർണ്ണമായിട്ടും ഡീകോഡ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അവിടെ RHP എന്ന് പറയുന്ന റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിലുള്ള വിവരങ്ങൾ മാത്രമേ നമുക്ക് ആശ്രയിക്കാൻ കഴിയുള്ളൂ. ഇത് കൂടാതെ ആ കമ്പനിയുടെ വാല്യുവേഷൻ മനസ്സിലാക്കുക എന്നുള്ളതും വളരെ ദുഷ്കരമായ കാര്യമാണ്. ചില കമ്പനികൾ നിലവിലുള്ള ട്രെൻഡ് മുതലാക്കിയിട്ട് അതിൻ്റെ ഒറിജിനൽ വാല്യൂവിനേക്കാൾ ഉയർന്ന വിലയിൽ, ഓവർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു പ്രൈസിൽ IPO കൊണ്ടുവരാറുണ്ട്. അത്തരം കമ്പനികൾ ലിസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രൈസ് വലിയ തോതിൽ താഴോട്ടേക്ക് കൂപ്പുകുത്താറുമുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനി ശരിയായ വാല്യുവേഷനിൽ തന്നെയാണോ IPOയുമായിട്ട് വരുന്നത് എന്ന് പരിശോധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നിലവിൽ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു IPOയുടെ ഒരു വേവിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ശക്തമായിട്ടുള്ള ഒരു എമേർജിംഗ് മാർക്കറ്റ് എന്നുള്ള ഇമേജും, അതുപോലെ എക്കണോമിക് ഗ്രോത്തും, അതുപോലെ റീറ്റെയിൽ നിക്ഷേപകരുടെ വർധനവും, സ്റ്റാർട്ടപ്പുകളും ടെക്നോളജിക്കൽ കമ്പനികളുമൊക്കെ പ്രോഫിറ്റബിലിറ്റിയിലേക്ക് എത്തുന്നതും ഈ IPOയോട് ഒരു ക്രൈസ് ആളുകൾക്ക് ഉണ്ടാവാൻ കാരണമായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ തന്നെ നമ്മുടെ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 5ഓളം IPOകൾ ഈ ആഴ്ചയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ടെക്നോക്രാഫ്റ്റ് വെഞ്ചേഴ്സ്, മോൾബിയോ ഡയഗ്നോസ്റ്റിക്സ്, ദൂത് ട്രാൻസിഷൻ ലിമിറ്റഡ്, മിൽക്കി മിസ്റ്റ് ഡയറി ഫുഡ്, ഷിപ്പ് റോക്കറ്റ് തുടങ്ങിയ കമ്പനികളുടെ IPO നിലവിൽ ഓപ്പണായിട്ടും അതുപോലെ അടുത്ത ദിവസങ്ങളിൽ ഓപ്പണാകാൻ വേണ്ടിയിട്ടും കാത്തു നിൽക്കുകയാണ്. ഇത് കൂടാതെ വലിയ ജയന്റ് കമ്പനികളുടെ IPOകളും ഈ വർഷം തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ റിലയൻസ് ജിയോ പ്ലാറ്റ്ഫോമിൻ്റെ കാലത്തെയും വലിയ ഒരു IPO മാർക്കറ്റിൽ വരാൻ പോവുകയാണ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ റീറ്റെയിൽ ലിസ്റ്റിങ്ങും അടുത്ത് തന്നെ സംഭവിക്കും. NSE അഥവാ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ലിസ്റ്റിങ്. അതുപോലെ ഫോൺ പേ, റാസർ പേ പോലെയുള്ള ഫിൻടെക് കമ്പനികളുടെ IPOകളും വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ സെപ്റ്റോ പോലെയുള്ള ക്വിക്ക് കൊമേഴ്സ് കമ്പനിയുടെ IPOകളും വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ IPOകൾ വരുമ്പോൾ അതിൽ പണം നിക്ഷേപിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ നമ്മൾ ചില മാനദണ്ഡങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഉദാഹരണത്തിന് നിലവിൽ ഓപ്പൺ ആയിട്ടുള്ള ടെക്നോക്രാഫ്റ്റ് വെഞ്ചേഴ്സ് ലിമിറ്റഡ് എന്ന IPOയെ ആ രീതിയിൽ ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കമ്പനി എന്താണ് ബിസിനസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം നമ്മൾ അറിയാത്ത ഒരു ബിസിനസ്സിൽ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നാണ് വാരൻ ബഫറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും നമ്മൾ നോക്കേണ്ടത് കമ്പനി നിലവിൽ പ്രവർത്തിക്കുന്ന മേഖല ഏതാണ്, അതിൻ്റെ ഫ്യൂച്ചർ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടോ, അതുപോലെ ഇവർക്ക് എന്തെങ്കിലും വിധത്തിലുള്ള കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് ടെക്നോക്രാഫ്റ്റ് വെഞ്ചേഴ്സ് അത് ഇന്ത്യയിലെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ EPC കമ്പനിയാണ്. EPC എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെൻറ്റ്, കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. വാട്ടർ സപ്ലൈ, അതുപോലെ മാലിന്യ സംസ്കരണം, റോഡുകൾ, അർബൻ ഇൻഫ്രാസ്ട്രക്ചർ എന്നീ മേഖലയിൽ സർക്കാരുമായിട്ട് ജോയിൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ടെക്നോക്രാഫ്റ്റ് വെഞ്ചേഴ്സ്.
അപ്പോൾ കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് പരിശോധിക്കാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ RHP അഥവാ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ട്സ് ആണ് നമ്മൾ പരിശോധിക്കുക. അതിൽ 3 വർഷത്തെ ഒരു ഫൈനാൻഷ്യൽ പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ റവന്യൂ വളരുന്നുണ്ടോ, റവന്യൂവിന് ആനുപാതികമായിട്ട് നെറ്റ് പ്രോഫിറ്റ് വർദ്ധിക്കുന്നുണ്ടോ, അതുപോലെ കമ്പനിക്ക് എത്രമാത്രം കടബാധ്യതയുണ്ട്, ഇത്തരം കാര്യങ്ങളാണ് തീർച്ചയായിട്ടും നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഈ ടെക്നോക്രാഫ്റ്റിൻ്റെ ആ ഒരു റവന്യൂ അത് ഓരോ വർഷവും കൂടി വരുന്നതായിട്ട് കാണും. 226 കോടി, 280 കോടി, 345 കോടി എന്നിങ്ങനെ അത് ഓരോ വർഷവും കൂടുന്നുണ്ട്. ലാഭം നോക്കുകയാണെങ്കിൽ അത് 19 കോടിയിൽ നിന്ന് 43 കോടിയായിട്ട് ഉയർന്നതായിട്ടും കാണാം. അപ്പോൾ ഇത്തരത്തിൽ ഒരു കഴിഞ്ഞ 3 വർഷത്തെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഈ കമ്പനിയുടെ സാമ്പത്തിക വളർച്ച പുരോഗതിയുടെ പാതയിലാണ്. അതുപോലെ ഈ കമ്പനിയുടെ കടബാധ്യതകൾ ഇവിടെ നമ്മൾ കാണുന്നത് 89 കോടിയുടെ ഒരു കടബാധ്യതയാണ്. അപ്പോൾ അത് വലിയ തോതിൽ വളരുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ 3 വർഷത്തെ അതിൻ്റെ ഒരു റേഞ്ച് നോക്കുകയാണെങ്കിൽ 80-89 എന്നുള്ള റേഞ്ചിലാണ്. അപ്പോൾ അവിടെയും വലിയ തോതിലുള്ള റിസ്ക് ഫാക്ടർ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഈ ഒരു IPOയുമായി ഇവർ വരാൻ കാരണം എന്നും അവരുടെ ഈ പ്രോസ്പെക്ട്സിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കമ്പനി 252 കോടി രൂപയാണ് ഈ ഒരു IPO വഴി സമാഹരിക്കുന്നത്. അതിൽ 202 കോടിയോളം ഫ്രഷ് ഇഷ്യൂ ആണ്. ഈ ഫ്രഷ് ഇഷ്യൂ വഴി കിട്ടുന്ന ഈ ഒരു പണമായിരിക്കും കമ്പനിയുടെ കടം വീട്ടാനും അതുപോലെ കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിനും അതുപോലെ പുതിയ പ്രൊജക്റ്റുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുമൊക്കെ ഉപയോഗിക്കുക. ബാക്കി വരുന്ന 50 കോടിയോളം ആ പണം ഓഫർ ഫോർ സെയിലാണ്. പ്രൊമോട്ടർമാർ അവരുടെ പോക്കറ്റിലേക്ക് ആവശ്യത്തിനാണ് കൊണ്ടുപോകുന്നത്, അല്ലാണ്ട് കമ്പനിയുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ ഇവിടെ നമ്മൾ തീർച്ചയായിട്ടും നോക്കേണ്ടത് ഈ ചില കമ്പനികളുടെ IPOയിൽ ഓഫർ ഫോർ സെയിലായിരിക്കും പൂർണ്ണമായിട്ടുണ്ടാവുക. അത്തരം കമ്പനികൾ തീർച്ചയായിട്ടും ആ കമ്പനിയുടെ ഒരു വികസനത്തിന് വേണ്ടിയിട്ടല്ല ആ പണം ഉപയോഗിക്കുക. അപ്പോൾ ഇഷ്യൂ സൈസിൽ ഈ ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ള ഒരു പ്രൈസ് ബാൻഡ് എത്രത്തോളം റീസണബിൾ ആണ് എന്നുള്ളത്. IPO പ്രൈസ് ന്യായമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് നോക്കുന്നത് അതിൻ്റെ PE റേഷ്യോ ആണ്. അതുപോലെ റിട്ടേൺ ഓൺ ഇക്വിറ്റി, അതുപോലെ ഇൻഡസ്ട്രി പിയേഴ്സിൻ്റെ ആവറേജ്. അതായത് ഇതേ ഫീൽഡിൽ ഓൾറെഡി ലിസ്റ്റ് ചെയ്ത കമ്പനികളുണ്ടാവും. ആ കമ്പനികളുടെ PEയും ഇപ്പോൾ ഈ IPOയുടെ ഈ ഒരു PEയും നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയിട്ട് ഓവർ വാല്യൂഡ് ആണോ അല്ലയോ എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതേ മേഖലയിലുള്ള മറ്റ് കമ്പനികളുടെ PEയേക്കാൾ വളരെ ഉയർന്ന പ്രൈസ് ബാൻഡാണ് കമ്പനി ആവശ്യപ്പെടുന്നതെങ്കിൽ അത് ഓവർ വാല്യൂഡ് ആണ്. അത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ നേട്ടമുണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ നിലവിൽ ഈ ഒരു ടെക്നോക്രാഫ്റ്റ് വെഞ്ചേഴ്സിൻ്റെ PE റേഷ്യോ നമ്മൾ പരിശോധിച്ചാൽ അത് IPOക്ക് മുമ്പായിട്ട് നമ്മൾ കാണുക 14 എന്ന PE ആയിരിക്കും. IPO ലിസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഉയരാൻ സാധ്യതയുണ്ട്. കാരണം ഈ പ്രൈസ് ബാൻഡ് വെച്ച് നോക്കുമ്പോൾ 19 എന്ന റേഞ്ചിലേക്ക് PE റേഷ്യോ ഉയർന്നേക്കാം. അപ്പോൾ ഇതൊരു റീസണബിൾ ആയിട്ടുള്ള ഒരു PE ആയിട്ട് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇവിടെ ഇവരുടെ അതേ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളായിട്ടുള്ള EMS ലിമിറ്റഡ്, വാടെക് വാബാഗ്, അതുപോലെ എൻവെറോ ഇൻഫ്ര, ഡെൻഡ വാട്ടർ തുടങ്ങിയ സ്റ്റോക്കുകളുടെ PE റേഷ്യോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ PE റേഷ്യോ കുറച്ചുകൂടി റീസണബിൾ ആണ്. കാരണം അവിടെ EMSൻ്റേത് 25 ആണെങ്കിൽ വാടെക് വാബാഗിൻ്റേത് 32 എന്ന PE ആണ്. അതുപോലെ എൻവെറോ ഇൻഫ്ര 20 എന്ന PEയിലാണ്. ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വാല്യുവേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് ബാൻഡ് 200-212 എന്നുള്ള റേഞ്ചിലാണ്. അതുപോലെ ഈ കമ്പനിയുടെ ഒരു ROEയും ROCയും 26-27 റേഞ്ചിലാണ്. അപ്പോൾ 20-ൽ കൂടുതലുള്ള ഒരു ROE ROC എന്ന് പറയുന്നത് നല്ലൊരു ബിസിനസ് പ്രോഫിറ്റബിലിറ്റിയാണ് ഈ കമ്പനിയുടെ നമ്പറുകളിൽ കാണുന്നത് എന്നതിൻ്റെ ഒരു സൂചനയാണ്. ഇനി നമ്മളൊരു IPOയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെ വൻകിട ഇൻവെസ്റ്റേഴ്സിന് ഈ സ്റ്റോക്കിൽ വലിയ താല്പര്യമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ QIB, NIE എന്ന രീതിയിൽ 2 തരത്തിലുള്ള സബ്സ്ക്രിപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ IPOയിൽ നിക്ഷേപിക്കുന്നവരെ പ്രധാനമായിട്ടും 3 കാറ്റഗറികളിൽ തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും നിർണായകമായ 2 വിഭാഗമാണ് ഞാൻ ഈ പറഞ്ഞ QIBയും NIEയും. ഇപ്പോൾ QIB എന്ന് പറയുന്നത് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സാണ്. അപ്പോൾ വൻകിട ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രൊഫഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇവരൊക്കെയാണ് QIB. അതായത് മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ്, ഇൻഷുറൻസ് കമ്പനികൾ, ബാങ്കുകൾ, പെൻഷൻ ഫണ്ടുകൾ, പ്രൊഫഷണൽ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകൾ, ഇങ്ങനെയുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫണ്ടുകൾ, അവരെയാണ് നമ്മൾ ഈ QIB എന്ന ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ മറ്റൊരു വിഭാഗമാണ് NII, അതായത് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഇവരെയാണ് HNI എന്ന് പറയുന്നത്. അപ്പോൾ വലിയ തുക നിക്ഷേപിക്കുന്ന ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സാണ് ഇവർ, ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഈ ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വലിൽ ഉൾപ്പെടാനുള്ള പ്രധാനപ്പെട്ട മാനദണ്ഡം 2 ലക്ഷത്തിന് മുകളിൽ അപേക്ഷിക്കുന്ന ഇൻഡിവിജ്വൽ അപ്ലിക്കൻസിനെയാണ് ഈ ഒരു ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ NIIസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ് കൂടാതെ കോർപ്പറേറ്റ് കമ്പനികൾ ഉണ്ടാവാം, ട്രസ്റ്റുകൾ ഉണ്ടാവാം, NRIs ഉണ്ടാവാം. ഇപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സെബിയുടെ ഒരു നിയമാവലി പ്രകാരം മെയിൻ ബോർഡ് IPOകളിൽ ഓരോ വിഭാഗത്തിനും വ്യക്തമായിട്ടുള്ള കോട്ട അല്ലെങ്കിൽ റിസർവേഷൻ മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ മാറ്റിവെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഒരു IPOക്ക് അപേക്ഷിക്കുമ്പോൾ IPO എല്ലാവർക്കും ലഭിക്കുകയില്ല. കാരണം ഒരു കമ്പനി ഷെയറുകൾ മാർക്കറ്റിൽ ഇറക്കുന്നത് ലിമിറ്റഡ് എമൗണ്ട് ആണ്.
അപ്പോൾ അവിടെയുള്ള സപ്ലൈ ലിമിറ്റഡ് ആണ്. എന്നാൽ അതിന് അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണം ചിലപ്പോൾ സപ്ലൈയേക്കാൾ ഡബിൾ ആയിരിക്കാം. അവിടെ ഡിമാൻഡ് കൂടുതലുണ്ടാകുമ്പോൾ അത് ഓവർ സബ്സ്ക്രിപ്ഷൻ നടക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഷെയർ അലോട്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ചെറുകിട നിക്ഷേപ റീറ്റെയിൽ കാറ്റഗറിയിലുള്ള കോട്ടയിൽ ആവശ്യക്കാർ കൂടുമ്പോൾ സെബിയുടെ നിയമപ്രകാരം കമ്പ്യൂട്ടർ വഴി ഒരു ലോട്ടറി നെറുക്കെടുപ്പ് വഴിയാണ് ഈ അലോട്ട്മെൻറ്റ് നിർണ്ണയിക്കുന്നത്. അതിനാൽ തന്നെ IPO കിട്ടുക എന്നുള്ളത് പൂർണ്ണമായിട്ടും ഭാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിന് ഞാൻ പറഞ്ഞു അവർക്ക് റിസർവേഷൻ ഉണ്ട്, കോട്ട ഉണ്ട്. അപ്പോൾ അവരെപ്രകാരം ഈ സ്റ്റോക്കിൽ താല്പര്യം കാണിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ അത് നമുക്ക് ഈ ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ QIBs എത്രമാത്രം ഓവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഉയരും. ഇപ്പോൾ ലിസ്റ്റിംഗ് ഗെയിൻ ലക്ഷ്യമിടുന്നവർ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ട്രെൻഡ് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്നാൽ അത് മാത്രം വെച്ചുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല. കാരണം അതേ പ്രൈസിൽ തന്നെ ഫൈനലായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഒരു IPOയിലുള്ള റിസ്ക് ഘടകങ്ങൾ അത് തീർച്ചയായിട്ടും നമ്മൾ പരിശോധിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ടെക്നോക്രാഫ്റ്റ് വെഞ്ചേഴ്സിൽ നോക്കുകയാണെങ്കിൽ ഈ ബിസിനസ്സിൻ്റെ വലിയൊരു ഭാഗം വരുന്നത് സർക്കാർ പ്രൊജക്റ്റുകളിൽ നിന്നാണ്. സർക്കാരിൻ്റെ ടെൻഡറുകളെ ആശ്രയിച്ചാണ് ഈ കമ്പനി നിലനിൽക്കുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ നയങ്ങളിലോ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ബഡ്ജറ്റിലോ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഈ കമ്പനിയുടെ ബിസിനസ്സിനെ ബാധിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ സ്റ്റോക്കിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഫണ്ടമെൻ്റൽസ് ആണ് പരിശോധിക്കേണ്ടത്. അതല്ല നമ്മളൊരു ലിസ്റ്റിംഗ് ഗെയിനിന് വേണ്ടി മാത്രമാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ ഈ QIBസിൻ്റെയും NISൻ്റെയും ഒക്കെ സബ്സ്ക്രിപ്ഷൻ എത്രമാത്രം ഉയരുന്നുണ്ട് എന്ന് ഗ്രേ മാർക്കറ്റ് പ്രീമിയം നോക്കിക്കൊണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് IPOയുമായിട്ട് ബന്ധപ്പെട്ട് പ്രാഥമികമായിട്ട് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.